24 മിഡിൽ ഈസ്റ്റും ഹെഡ്ലൈൻ അറേബ്യയും നൽകുന്ന എപ്പിക് അവാർഡുകൾ പ്രഖ്യാപിച്ചു. 3 വിഭാഗങ്ങളിലായി മികവ് പുലർത്തിയ 7 പേർക്കാണ് പുരസ്കാരം. ഈ മാസം 22-ന് ദുബായ് അൽ അഹ്ലി ക്ലബിൽ നടക്കുന്ന ഫ്ലവേഴ്സ് അതിരടി ഉത്സവ വേദിയിൽ അവാർഡുകൾ വിതരണം ചെയ്യും. പ്രവാസി സാഹിത്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച 5 എഴുത്തുകാർക്കാണ് എപ്പിക് ലിറ്റററി അവാർഡുകൾ നൽകുന്നത്. 106-ൽ പരം കൃതികൾ രചിച്ച KP സുധീരയ്ക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. എഴുത്തുകാരനും വാഗ്മിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബഷീർ തിക്കോടിയുടെ ധൂർത്തനേത്രങ്ങളിലെ തീ എന്ന കവിതാ സമാഹാരവും പുരസ്കാരത്തിന് അർഹമായി. എഴുത്തുകാരി ഗീതാ മോഹന്റെ കുമ്മായപ്പാത്തുവിനാണ് മികച്ച കഥാസമാഹാരത്തിനുള്ള പുരസ്കാരം. പ്രവാസി എഴുത്തുകാരി ഉഷാ ചന്ദ്രന്റെ അക്കപ്പെണ്ണ് എന്ന പുസ്തകത്തിന് നോവൽ സാഹിത്യത്തിനുള്ള പുരസ്കാരവും സന്ധ്യ രഘുകുമാറിന്റെ നീലക്കുറിഞ്ഞികൾ പൂക്കുമ്പോൾ എന്ന കഥാസമാഹാരത്തിന് മികച്ച നവാഗത എഴുത്തുകാരിക്കുള്ള പുരസ്കാരവും നൽകും. ഹ്യൂമാനിറ്റേറിയൻ ഫിറ്റ്നസ് എക്സലൻസി അവാർഡുകളും പ്രഖ്യാപിച്ചു. 24 ന്യൂസ് ഹെഡ്ലൈൻ അറേബ്യ എപ്പിക് ഹ്യൂമാനിറ്റേറിയൻ എക്സലൻസി അവാർഡ് ശ്രീ KP വിജയനും ഫിറ്റ്നസ് എക്സലൻസി അവാർഡ് മിസ്റ്റർ മുഹമ്മദ് അറഫ് ബീമാനും നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഓഗസ്റ്റ് 22-ന് അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അതിരടി ഉത്സവ് ദുബായ് 2026 ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകും. അപ്പോൾ നമ്മളുടെ ഈ ഒരു അതിരടി ഉത്സവിന് 2 സെഗ്മെന്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ സെഗ്മെന്റ് ഓഫ് കോഴ്സ് നമ്മളുടെ ബിസിനസ് കോൺക്ലേവ് ആണ്. ഏകദേശം 300ഓളം വിവിധ മേഖലയിലുള്ള ആളുകൾ, ബിസിനസ്സിൻ്റെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവ്, മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ. നമ്മുടെ പ്രിയപ്പെട്ട ഹാഷ്മിയും ക്രിസ്റ്റിന ചെറിയാനുമാണ് അത് ലീഡ് ചെയ്യുന്നത്. അതിരടി ഉത്സവിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.